മിന്നുമോള് തിരക്കിലാണോ? അല്ല, തിരക്കാണേ അമ്മായി പിന്നെ വരാട്ടോ. അമ്മായിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. അയ്യോ, പറയാനല്ല, മോക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. ഇതെവിടുന്നാ? അമേരിക്കന്നാ. ഒബാമ കൊടുത്തയച്ചതായിരിക്കും. മിന്നുന്റെ ഒരു തമാശ. ഇത് മോക്ക് തരാൻ വേണ്ടി അമേരിക്കന്ന് എന്റെ മോൻ രാഹുൽ കൊടുത്തയച്ചതാ. അമ്മായി തന്നെ തുറക്ക്. ഞാനോ? ആ, എന്തൊക്കെയാ അതിനകത്തുനിന്ന് കാണാനോ? ഓ അങ്ങനെ. അയ്യോ, ദേ മൊബൈൽ ഫോൺ. കൊള്ളാലോ. അവന്റെ ഒരു ഫോട്ടോ മോക്ക് എപ്പോഴും കാണാൻ വേണ്ടി അവൻ കൊടുത്തു വിട്ടതാ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഒരു ലെറ്റർ. ഓ, ലവ് ലെറ്റർ ആണോ? കള്ളനാണവൻ. അമ്മായി തന്നെ വായിക്കും. അയ്യോ, അത് ഞാനാ വായിക്കാനാ പറഞ്ഞേ. ഇപ്പൊ അങ്ങനെ അത്ര വിളിക്കാറ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അയ്യോ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഓരോ രാത്രിയും തള്ളി നീക്കുകയാണ്. അയ്യോ പാവം. ഞാൻ എന്നും നിന്റെ ഫോട്ടോയിൽ മുത്തമിടാറുണ്ട്. അയ്യോ വിശ്വാസം. നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. അമ്മ എനിക്ക് രഹസ്യമായിട്ട് അയച്ചു തന്നതാ. ഞാനറിയാതെ എന്റെ ഫോട്ടോ മകൻ എത്തിച്ചു കൊടുക്ക. മകന്റെ പ്രണയലേഖനങ്ങളെ സമ്മാനങ്ങളെ എനിക്ക് എത്തിച്ചു തരിക. നിങ്ങൾ എന്റെ അമ്മായിയായി പോയി. മിന്നുമോളെ, അത് പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. എടാ മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നു വിളിച്ചോണ്ട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണാ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. ഏതാണ് വാക്ക്? ഞാൻ എഴുതിയെടുക്കും. പോടാ കിഴങ്ങ. അമ്മ ഇത് കുഴപ്പമില്ല. എടാ മണ്ട, എന്താ അമ്മേ? നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല അമ്മേ. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും അമ്മേ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവറാകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ, ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലവുളി അടിയന്തരം ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവറാക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛനെ വിളിച്ചു. താൻ ഒന്നും പറയണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി, ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങൊന്നേ, പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റണിയെ ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പോരല്ല. മിന്നുന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. മിന്നുമോളെ, ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് മോളെ. മോൾക്ക് എവിടെ പോണോന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞ കാട്ടില്ലേടെ, ഇറങ്ങി പോടാ. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. പറഞ്ഞേ കേട്ടില്ലടാ. എന്നാടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ? മാഡം, ഗിയർ മാറട്ടെ? ആന്റണി, ഇവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഞാൻ അനുവദിക്കുന്ന സമയങ്ങളിൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ. ആന്റണിക്ക് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. പിന്നെ
ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാൻ തോന്നുവാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നണല്ലേ. അതെന്താ, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ഹലോ, ആന്റണിച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കടക്കാരും ആയിരിക്കുമെന്ന്. ആ ലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ആന്റണിച്ചൻ വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചായിരുന്നു. ഈ ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കാം. ഹലോ ലക്ഷ്മിയെ, മോൻ വിളിച്ചിരുന്നല്ലേ? അവന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ കാര്യവും ശരിയായി ലക്ഷ്മി. ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫല. ആഴ്ചയിലൊരിക്കൽ ലീവ് കിട്ടുമോ? അതിപ്പോ വലിയ ആൾക്കാരല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങള്. ആദ്യക്ക് ലീവ് കിട്ടിയാലും അവൻ വരില്ല. കടങ്ങളെ കൊടുത്ത് വീട്ടാതെ ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതി. ലക്ഷ്മിയെ, മോനെവിടെ താമസിക്കണേന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ താമസിക്കണെന്ന് ചോദിക്കണം. പോയി കാണുവോ? ഞാൻ ചെന്ന് കണ്ടോളാം. പിന്നെ നീ വിഷമിക്കാതിരിക്കി, എല്ലാം ശരിയാവും. വെക്കട്ടെ. എട്ടേ പൊട്ടിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, 9 ചീട്ടാക്കിയാലേ 8 പൊട്ടിക്കൂ. ഭയങ്കരന്മാരാ, ഞാൻ വെറുതെ വിടില്ല. പൊട്ടി 9 പൊട്ടി. ചിലപ്പോ ഇവരിങ്ങനെയാ. അച്ഛൻ ഇന്നും തൊഴാനും ഇങ്ങോട്ട് കേറിയില്ല. വാശിയിലായിരിക്കൂല്ലേ? വാശിയൊന്നുമല്ല, ദൈവത്തോടുള്ള ഒരു പരിഭവം. ദൈവമായാലും മനുഷ്യരായാലും സ്നേഹത്തിന് വില കൊടുക്കണം. അന്നിക്കറിയാമോ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെറിയൊരു തലവേദന വന്നതാ എന്റെ ഭാഗ്യലക്ഷ്മിക്ക്. പിന്നെ എന്നെ 9 ദിവസം പിടിച്ചു നിർത്താൻ ഒരവസരം പോലും തരാതെ എന്റെ ഭാഗ്യലക്ഷ്മിയെ തിരികെ വിളിച്ചു. കൂടെ ജീവിച്ച ആളെ കൊണ്ടുപോകുമ്പോ എന്നെ ഒന്ന് ഓർക്കണ്ടേ? ആ ഒരു പരിഭവത്തിലാണ് ഞാനിവിടെ വന്നാൽ ഭഗവാനുള്ള വെടിവഴിപാട് നടത്തും. 9 എണ്ണം. അവള് കിടന്ന 9 ദിവസങ്ങളുടെ ഓർമ്മയ്ക്ക്. മാത്രമല്ല, ഞാനിവിടെ വന്നു എന്ന് അറിയിക്കണ്ടേടോ. അന്ന് നഷ്ടപ്പെട്ടതാണ് മിന്നുമോളുടെ കളിയും ചിരിയും. എന്റെ ഭാഗ്യലക്ഷ്മി തിരിച്ചു തരണമെന്ന് ഞാൻ പറയുന്നില്ല. മിന്നുമോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഇടയിലെ പരിഭവം തീർക്കാൻ ഞാൻ വെച്ചിട്ടുള്ളൊരു ഓപ്ഷനാണ്. നോക്കാം. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതെ. കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നി. ഞാനും കഴിച്ചിട്ടില്ല. സുമേ, ആ തോറിന്റെ പാത്രങ്ങൾ എടുത്തോളൂ. ഇതെന്താണ് മൊബൈലിൽ ഇത്ര പേർക്ക് കാണാൻ? ഞാൻ ഗെയിം കളിക്കുക. 9,000 പോയിന്റായി. 10,000 ആക്കണം. വേഗാക്ക്, എന്നിട്ടാണ് മാമുണ്ടായി. അതൊരു പാവാ. മൊബൈല് കിട്ടിയാ പിന്നെ ഭക്ഷണം കൂടി വേണ്ട. എന്റെ അനിയത്തിയാ സുമ. ഈ വെളുത്ത ചോറിന്റെ മുൻപിലിരിക്കുന്ന ചേട്ടനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാ. സത്യം പറയാലോ, ഈ ചുറ്റുമതിനുള്ളിൽ വന്നേ പിന്നെ ഇതുപോലൊരു കറുത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ പൂരത്തിന്റെ ഇടയിൽ ആനെ കാണുന്നവരുണ്ടല്ലേ ചേച്ചി. ഈ കറുപ്പ് അച്ഛന്റെയോ അതോ അമ്മയുടെയോ? അച്ഛമ്മയുടെയാ. എനിക്ക് ഈ കറുപ്പ് ഇഷ്ടം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കരുതി മിന്നുമോളായിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ പണികൾ തീരും. നടക്കും സർ. മണലിനൊക്കെ ഇപ്പൊ എന്താ? ഇതാണോ പുതിയ മെറ്റീരിയൽസ്? അതെ സർ, എല്ലാം ഹൈക്വാളിറ്റി.
ആന്റണി വണ്ടി എടുക്കും. എവിടെ നോക്കിയിട്ടാണ് പണിയെടുക്കുന്നത്? അവിടെ മനുഷ്യർ ഇവനൊക്കെ പിടിച്ച് പണി കൊടുത്തത് ഞാൻ സത്യശീലൻ. പക്ഷേ ഇത് ഞാനല്ല. യഥാർത്ഥ ഞാൻ കണ്ടു പേടിക്കണ്ട. കൈരേഖ നോക്കി സത്യസന്ധമായി ലക്ഷണം പറയുന്നതിന് ലക്ഷണം കെട്ടവന്മാർ എനിക്ക് തന്ന ദക്ഷിണകളാണ് ഇതെല്ലാം. മൊത്തത്തിൽ നാട്ടുകാരുടെയും എന്റെയും സമയം ശരിയല്ല. എന്നാലും ഞാൻ സത്യമേ പറയൂ. നിങ്ങൾ ആദിത്യന്റെ അപ്പനല്ലേ? അതെ. അവൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചു. അതൊരു സത്യം. പക്ഷേ ഞാൻ കള്ളം പറയുകയില്ല. അത് മറ്റൊരു സത്യം. അവന്റെ അകത്തുണ്ട്. അതാണ് സത്യം. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കേ. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മിന്നു കുറിപ്പ് നോക്കിയെടുത്താലുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുള്ളത്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദിസാറിന്റെ കാര്യം പോട്ടെ, ആദിസാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു. ആദിസാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ. ഞാൻ കരുതി എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ അരി എടുത്തില്ല. വീടെത്തിയ ചേട്ടാ, വീടെത്തിയ പല്ലു ഒരാളെ. തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വയ്ക്കണ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ? ഇനി നീ ആ ജോലി തന്നെ അങ്ങ് ചെയ്തോടാ. സർ, ഞാനൊന്ന് ഓഫീസിലേക്ക്. ഡ്രൈവർ, വണ്ടിയെട്. ഈ പാന്റൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവറാ. നിന്റെ അല്ലടാ അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയേനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയാച്ചൻ പറഞ്ഞു. അയ്യോ, ചെറിയാച്ചൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ.
അച്ഛാ ആന്റണി അതാരാ? അത് സാറേ ഇവിടെ അടുക്കള ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പറഞ്ഞൂലോ ഇവിടെ ആൾ ആവശ്യമില്ലെന്ന്. പോയിക്കോളൂ. ആന്റണി അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വന്നോളൂ. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ചെന്നോളൂ. ഇവരെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിയാം സർ. ഇവരെന്റെ വാലിക്കാരിയാ. കോവിലകത്ത് കുറച്ചാൾ അടക്കളപ്പണിക്ക് ഉണ്ടായിരുന്നേ. ആ പരിചയത്തിൽ വന്നതാ. ഇവിടെ അടുക്കളപ്പണിക്ക് ആളാവശ്യമുണ്ടോന്ന് അറിയാൻ. പാവങ്ങള് ആദ്യത്തിനെ വന്ന് കണ്ടാൽ വല്ല ജോലിയും കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും മോളെ. അതിപ്പോ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടില്ലോ. ഇവിടെ ഇപ്പൊ അടുക്കളയിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഈ ജന്തു ഏതാ? അത് ഇവരൊരു ബന്ധുവാ. അല്ല, എന്റെ മോന. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ഇവൻ മാത്രമേ ഉള്ളൂ. മോനെ പോലെയാ. എന്താ മോന്റെ പേര്? ഊമയാ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാടാ. ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതേടാ ഇവൻ അവിടുത്തെ മഞ്ജുകുമാരനാ. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. അതെ, നീ പൊട്ടനാണെന്ന് കരുതിയിട്ട് മിണ്ടാതൊന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാ തുറന്ന് പറയാം. ഓണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം. അതാണ് അടുക്കള. മോൻ ചെല്ലും, വേഷായിട്ട് വെട്ടി വിഴുങ്ങ്. ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ. എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. അതെ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. അയ്യടാ, വന്നിരിക്കുന്നു. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ, പൊട്ടനാ. എന്തത്? ആനൂട്ടോ? ലക്ഷ്മി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരുന്നേ. ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടിയിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം.
ആദ്യ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കഴിച്ചു. കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താടോ പോരെ?